മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട 6 ഫിലിം അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. സുമതി വളവ് എന്ന ഹൊറർ ചിത്രവുമായിട്ട് എത്തുകയാണ് മാളികപ്പുറം ടീം. തലവന് ശേഷം ആസിഫ് അലി നായകനാകുന്ന ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. കൂടാതെ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ ഒന്നിക്കുന്ന നടന്ന സംഭവം ഉടൻ റിലീസിന്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. സംഗീത സംവിധായകൻ ഇളയരാജയുടെ ജീവിതം സിനിമയാകുന്നു. ധനുഷാണ് ഇളയരാജയായിട്ട് വേഷമിടുന്നത്. തെന്നിന്ത്യൻ സംഗീത ലോകത്തിന് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഇളയരാജ. തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, മറാത്തി തുടങ്ങി നിരവധി ഭാഷകളിലായി 4500 ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രതിഭയാണ് അദ്ദേഹം. ഇളയരാജയ്ക്ക് 81 വയസ്സാണിപ്പോൾ. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി തമിഴിലൊരു ചിത്രം വരുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇളയരാജയുടെ വേഷത്തിൽ എത്താൻ പോകുന്നത് ധനുഷാണെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ എക്സിലൂടെ നടൻ ധനുഷ് തന്നെയാണ് പങ്കുവച്ചത്. ഹാർമോണിയത്തിൽ ഒരു കൈവച്ച് വേദിയിൽ നിൽക്കുന്ന ഒരു യുവാവിന്റെ ചിത്രമാണ് ധനുഷ് പങ്കുവച്ചത്. ഇത് പങ്കുവച്ചാണ് ഇളയരാജയ്ക്ക് ധനുഷ് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അരുൺ മാതേശ്വരനാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഇളയരാജ തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം നിർവഹിക്കുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള സിജു സണ്ണി, സാഫ് ബോയ്, ജോമോൻ ജ്യോതിർ, ഹാഷിർ, അലൻ, വിനായക്, അജിൻ ജോയ് എന്നിവരാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഈ സിനിമ അനൗൺസ് ചെയ്തത് സിനിമയുടേതായിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. നടന്ന സംഭവം. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്യുന്ന ഫാമിലി ഫൺ ഡ്രാമയായ നടന്ന സംഭവത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 21-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ജോണി ആന്റണി, ലിജോ മോൾ, ശ്രുതി രാമചന്ദ്രൻ, സുധി കോപ്പ, ലാലു അലക്സ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു വില്ല കമ്മ്യൂണിറ്റിയും അതിനകത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഉണ്ണി എന്ന കഥാപാത്രമായി ബിജു മേനോനും അജിത്ത് എന്ന കഥാപാത്രത്തെ സുരാജ് വെഞ്ഞാറമൂടും അവതരിപ്പിക്കുന്നു. അനൂപ് കണ്ണൻ സ്റ്റോറീസിന്റെ ബാനറിൽ അനൂപ് കണ്ണൻ, രേണു എ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥാണ്. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ദ്രൻസിന്റെ ക്രൈം ത്രില്ലർ ചിത്രം ജമാലിന്റെ പുഞ്ചിരിയുടെ ട്രെയിലർ പുറത്ത്. ഇന്ദ്രൻസ്, മിഥുൻ രമേശ്, പ്രയാഗ മാർട്ടിൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ വിക്കി തമ്പി സംവിധാനം ചെയ്യുന്ന സോഷ്യൽ ക്രൈം ത്രില്ലർ ജമാലിന്റെ പുഞ്ചിരി എന്ന ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ ട്രെയിലർ പ്രശസ്ത താരങ്ങളായ മഞ്ജു വാര്യർ, ഇന്ദ്രൻസ് എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസ് ചെയ്തു. കുടുംബകോടതി, നാടോടി മന്നൻ എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ചിത്രം ക്രിയേഷൻസിന്റെ ബാനറിൽ ചിത്രം സുരേഷ്, ശ്രീജ സുരേഷ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ജമാലിന്റെ പുഞ്ചിരി. ജൂൺ 7-ന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ്, അശോകൻ, ജോയ് മാത്യു, ശിവദാസൻ കണ്ണൂർ, ദിനേശ് പണിക്കർ, സോന നായർ, രേണുക, മല്ലിക സുകുമാരൻ തുടങ്ങിയ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗെറ്റപ്പിൽ ആസിഫ് അലി എത്തുന്ന ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസിന്റെ ടീസർ പുറത്ത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്ക് ഓവറിലാണ് ആസിഫ് അലി ചിത്രത്തിലെത്തുന്നത്. തലവന് ശേഷമുള്ള ആസിഫ് അലിയുടെ ചിത്രം എന്ന രീതിയിൽ ലെവൽ ക്രോസിനായി പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട്. തലവന് ശേഷമുള്ള ആസിഫ് അലിയുടെ ചിത്രം എന്ന രീതിയിലും ലെവൽ ക്രോസിനായി പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സംവിധായകൻ അർഫാസ് അയ്യൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങിയിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമാണ് സംവിധായകൻ അർഫാസ് അയ്യൂബ്. മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രമായിട്ടുള്ള മോഹൻലാൽ നായകനായി എത്തുന്ന റാമിന്റെ നിർമ്മാതാവായിട്ടുള്ള അഭിഷേക് ഫിലിംസിന്റെ ഉടമയായ രമേഷ് പി പിള്ളയുടെ റിലീസിനെത്തുന്ന ആദ്യ മലയാള ചിത്രമാണ് ലെവൽ ക്രോസ്. സീതാരാമം, ചിത്ത, ഉറിയടി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംഗീതമൊരുക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ്. കഥയും തിരക്കഥയും അർഫാസിൻ്റേത് തന്നെയാണ്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. സുമതി വളവ് എന്ന സിനിമയുടെ അപ്ഡേറ്റാണ്.
മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒന്നിക്കുന്ന സിനിമയാണ് സുമതി വളവ്. സംവിധായകൻ വിഷ്ണു ശശിശങ്കർ, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള, സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് എന്നിവർ വീണ്ടും സുമതി വളവിലൂടെ ഒരുമിച്ചെത്തുമ്പോൾ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഒരുങ്ങുന്നത്. സിനിമയുടെ രസകരമായ വിശേഷങ്ങളാണ് അടുത്തിടെ നടന്ന പരിപാടിയിൽ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുമതി വളവിൻ്റെ കഥ എഴുതിയത് പകലാണെന്നാണ് അഭിലാഷ് പറയുന്നത്. രാത്രി എഴുതാൻ പേടിയായതിനാൽ പകലിരുന്നും പേടിച്ചു വിറച്ചുമാണ് കഥ പൂർത്തിയാക്കിയതെന്നും സിനിമയുടെ റീവർക്കുകൾ വിഷ്ണുവിനൊപ്പം രാത്രിയിലിരുന്നാണ് ചെയ്തതെന്നും അഭിലാഷ് പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തിരുവനന്തപുരത്തെ സുമതി വളവിനെ ആസ്പദമാക്കിയല്ല കഥ നീങ്ങുന്നതെന്നും കേട്ടുമറന്ന പ്രദേശത്തെ പഴയൊരു പീടികയെ ആസ്പദമാക്കിയാണ് കഥ നീങ്ങുന്നതെന്നും അദ്ദേഹം പരിപാടിയിൽ പറഞ്ഞു. 1993 കാലഘട്ടമാണ് സുമതി വളവിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഹിറ്റ് ചിത്രമായിട്ടുള്ള മണിച്ചിത്രത്താഴും ഈ കാലഘട്ടത്തിലാണ് പുറത്തിറങ്ങിയത്. മണിച്ചിത്രത്താഴ് റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് സുമതി വളവിലെ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ബ്രിട്ടീഷുകാരെയും 18-ാം നൂറ്റാണ്ടും എല്ലാം കൂട്ടിയിണക്കി ഒരുക്കിയ സിനിമയാണ് സുമതി വളവെന്നും അഭിലാഷ് പറഞ്ഞു. ഓഗസ്റ്റിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. അർജുൻ അശോകൻ, ശ്യാം, മാളവിക മനോജ്, സൈജു കുറുപ്പ്, ദേവദന്ത, മണിയൻപിള്ള രാജു എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 6 ഫിലിം അപ്ഡേറ്റുകളാണ് പറഞ്ഞത്. അപ്പോൾ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ 6 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.